പിന്നെ KSRTC ബസ്സുമിലാണ് അവരവരുടെ നേട്ടങ്ങൾ വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ജനങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ജനങ്ങളോട് നേരിട്ട് സംവദിച്ചുകൊണ്ട് രാഷ്ട്രീയം പറയാൻ ധൈര്യം കാണിക്കാത്ത ഒരു ഭരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. തിരൂരുകാർക്കിപ്പോൾ ഒരിക്കൽ കൂടി ഒരു ഉത്തരവാദിത്തം വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട കുറുക്കോളി മൊയ്തീൻ സാഹിബ് പാവപ്പെട്ടവരുടെ പ്രതിനിധി തന്നെയാണെന്ന് ഒരിക്കൽ കൂടി നമുക്ക് തെളിയിക്കേണ്ടി വരികയാണ്. അതാണ് തിരൂരിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത. അതിവിടെ കാരണം പാവപ്പെട്ട ഒരാളവിടെ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിജയം ഇവിടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അത് കൂടുതൽ വ്യക്തമാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കേരളത്തെ വീണ്ടെടുക്കുവാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ LDFും UDFും ആണുള്ള പ്രധാന മത്സരം എന്നുള്ളത്. ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം അത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. നമ്മെ എതിർക്കുന്ന ഇടതുപക്ഷ മുന്നണി അവർ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നില്ല. അവര് പരസ്യ ബോർഡുകളിലാണ് അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ജനങ്ങളോട് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പറയാൻ അവർക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് പരസ്യ ബോർഡുകളിൽ കയറുന്നുകൊണ്ട് ജനങ്ങൾക്ക് നേട്ടങ്ങൾ വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ KSRTC ബസ്സുമിലാണ് അവരവരുടെ നേട്ടങ്ങൾ വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ജനങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ജനങ്ങളോട് നേരിട്ട് സംവദിച്ചുകൊണ്ട് രാഷ്ട്രീയം പറയാൻ ധൈര്യം കാണിക്കാത്ത ഒരു ഭരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ഐക്യജനാധിപത്യ മുന്നണി. അതിൻ്റെ നേതാക്കളെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഐക്യജനാധിപത്യങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായാലും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായാലും RSPയുടെ നേതാക്കന്മാരായാലും അതിലെ മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കന്മാരായാലും അവരൊക്കെ തന്നെ പരിചയ സമ്പത്തുള്ളവരാണ്, അനുഭവ പരിജ്ഞാനമുള്ളവരാണ്. ഭരണ